ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റുകളൊക്കെ എഴുതുകയും ചെയ്യണ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ചക്കയുടെ സീസൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടച്ചക്കയും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മൂത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വലിയ ഡിമാൻഡാണ് തുടക്കമായതുകൊണ്ട്. ഇത് കഴിഞ്ഞാൽ കുറച്ച് വിലയൊക്കെ കുറയും. ഇപ്പോൾ നല്ല വിലയുണ്ട്. കടച്ചക്ക കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കൂട്ടാൻ വയ്ക്കാം കേട്ടോ. ഇന്നിപ്പോൾ മസാലക്കറിയാണ് വയ്ക്കാൻ പോണേ. ഇത് പച്ച അരച്ച് തോരൻ വയ്ക്കാം. കുറച്ച് മൂപ്പ് കുറവുള്ള കടച്ചക്ക എടുത്ത് നമുക്ക് പച്ച നാളികേരം ചതച്ചിട്ട് തോരൻ വയ്ക്കാം, ഇസ്റ്റു വയ്ക്കാം, കുറേ ഐറ്റം വയ്ക്കാം, സാമ്പാറിലിടാം, കുറേ സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കടച്ചക്ക മസാലക്കറി കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് വറക്കാനാണ് നാളികേരം വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, മല്ലി, മുളക്, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് നാളികേരം വറക്കണം. പിന്നെ കടു വറക്കാനുള്ളത് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ കടച്ചക്ക ഇത് നല്ല പാകാട്ടോ. ഇത് ഇത്തിരി മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ ലേശം മധുരത്തിൻ്റെ ഒരു സ്വാദ് വരും. അപ്പം നമുക്കിത് ഈ പാകമാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് നുറുക്കാം കേട്ടോ. കഷ്ണം നുറുക്കി കഴിഞ്ഞു കേട്ടോ. ഈ പരുവത്തിന് ചെറിയ കഷ്ണമല്ല, എന്നാൽ വലിയതും അല്ലാത്ത മാതിരിയുള്ള കഷ്ണത്തിലാണ്. അത് വെള്ളത്തിലാണ് ഇട്ടേക്കണത്. അതിൻ്റെ കറി ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ളത് നോക്കാം. വറുത്തരയ്ക്കണ്ടേ നാളികേരം, അപ്പോൾ അതിൻ്റെ നോക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും വെളുത്തുള്ളിയും ആദ്യം ഇടാം കേട്ടോ. ഒരു 8-10 ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി, ഇതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂണ് മല്ലി, 10 വറ്റൽമുളക്, ഇതിപ്പോൾ ചെറിയ കടച്ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കിട്ടിയത്. വലിയതാണെങ്കിൽ അതിൻ്റെ ഇതും കൂട്ടാട്ടോ, ഇൻഗ്രീഡിയൻസും കൂട്ടാട്ടോ. നല്ലോണം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം, എൻ്റെ കൂടെ കറിവേപ്പില ഇട്ടു കേട്ടോ ഞാൻ. നല്ല ചുമന്ന ഗോൾഡൻ കളറായിട്ട് വരണം. അതുവരെ ഇളക്കണം, ചെറു തീയിലിട്ട് ഇളക്കണം. നമ്മുടെ മസാലക്കറിയുടെ വറുത്തത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. കുരുമുളകും വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, മുളക്, നാളികേരം ഇത്രയും കൂട്ടി വറുത്തതാണ്. ഇത് നല്ല ഗോൾഡൻ കളറായി. ഇനി ചിലവരൊക്കെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടും കേട്ടോ. പക്ഷേ നമുക്ക് മല്ലിയും മുളകും നാളികേരം വറുത്തരക്കലാണ് ഈ കടച്ചക്കയ്ക്ക് കൂടുതൽ സ്വാദ് കിട്ടാൻ നല്ലത്. നല്ല നിറമായിട്ടോ. ഇത് നമുക്ക് ആറിയിട്ട് അരച്ചിട്ട് വേണം അടുത്ത പണിക്ക്. വറുത്ത് ഇത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കടു വറുത്തിടാനുള്ളത് കടുക്, മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുളകും എല്ലാം കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണമായിട്ട് നോക്കി വെച്ചതാണ്. പിന്നെ നാളികേരക്കൊത്ത്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഇതായിട്ടോ നാളികേരക്കൊത്ത്. അപ്പോൾ നമുക്ക് വറുത്തിടാം.
കടുക് പൊട്ടി. ഇനി മുളകും കറിവേപ്പില. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത്, വട്ട അരിഞ്ഞതായിട്ട് ചെറിയുള്ളി. ഇവിടെ വെളുത്തുള്ളി. ഇതിലേക്ക് നാളികേരം ഇടാം കേട്ടോ. നല്ലോണം ഒന്ന് റെഡിഷ് കളറാവണ വരെ നമുക്ക് ഇളക്കാം. ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ഇടാം. തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അരപ്പ് അങ്ങോട്ട് ചേർക്കാം. നല്ലോണം ഒന്ന് യോജിക്കണ വരെ ഒന്ന് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അവിടെ കഷ്ണം നുറുക്കിയത് ഇടാം. ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ മസാല ചേർക്കണ കാരണം കൊണ്ട് കഷ്ണത്തിന്മേയൊക്കെ നല്ലോണം പിടിക്കും. വെന്തിട്ട് നമ്മളിത് ചേർക്കാൻ നിന്നാൽ അത്രയും അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് കഷ്ണത്തിന്മേയൊക്കെ മസാല പിടിക്കണമെങ്കിൽ പച്ച കഷ്ണത്തിൽ തന്നെ മസാല ചേർക്കണം. ഉപ്പ് നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇടാം. നല്ലോണം തിള വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പിടാം കേട്ടോ, ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് തരത്തിലുള്ള കടച്ചക്ക ഉണ്ട് കേട്ടോ. പഴമുണ്ട്, വരിക്കയുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഏതാന്ന്. അത് നമ്മൾ പാകത്തിന് നോക്കി വാങ്ങണം. ചിലത് പെട്ടെന്ന് വേവും, ചിലത് ഇത്തിരി താമസം ഉണ്ടാവും. കടച്ചക്ക മസാലക്കറി എണ്ണ തെളിഞ്ഞ് നല്ല വെന്ത് നല്ല വാസനയൊക്കെ വന്നു. ഇതാ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആവാം കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടി വറ്റി വേണമെങ്കിൽ ആവാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ കപ്പയും കൊണ്ട് ഉണ്ടാക്കൂട്ടോ. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് പറിച്ച് കപ്പ കൊണ്ട് ഉണ്ടാക്കും. പിന്നെ ഇത് നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഡിഷും കൂടിയാണ്. ഇപ്പോൾ കടച്ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ടൊരു സെക്കൻഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ കൂടെ ആണെങ്കിലൊക്കെ മസാല നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. ബൈ.